ഞാൻ ശരിക്കും പറഞ്ഞ ഈ ഭഗവതിയെ സ്വപ്നം കാണാറുണ്ട്. നമ്മൾ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്ന ഒരുപാട് ഭാഗങ്ങളുണ്ടാവും ജീവിതത്തിൽ. അപ്പൊ ഇതാണ് നിന്റെ വഴി, ഇതിലെ പൊക്കോളൂ എന്ന് പറഞ്ഞു തരണ പോലെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എല്ലാവരും സ്വന്തം ക്ഷേത്രം എന്ന് പറഞ്ഞാൽ സ്വന്തം അമ്മയായിട്ടാണ് കാണുന്നത്. അത്രയ്ക്കും പ്രാധാന്യം ഈ ക്ഷേത്രത്തിന് കൊടുക്കുന്നുണ്ട്. ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് എല്ലാ കാര്യങ്ങളും സാധിച്ചു കിട്ടും. വിളിച്ച വിളി കേൾക്കണ അമ്മയാണ് ഇവിടെ. എറണാകുളം ജില്ലയിൽ ആലുവയ്ക്കടുത്ത് കടുങ്ങല്ലൂർ എന്ന ദേശത്ത് സ്ഥിതി ചെയ്യുന്ന അതിപുരാതനമായ ക്ഷേത്രമാണ് കടുങ്ങല്ലൂർ ശ്രീ പുന്നശ്ശേരിപ്പുറ്റ് ഭദ്രകാളി ക്ഷേത്രം. ഈ ക്ഷേത്രത്തിന്റെ വിശേഷങ്ങളാണ് ക്ഷേത്രസന്നിധി നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. റേഷൻ കാർഡ് മീഡിയ ക്ഷേത്രസന്നിധിയുടെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും നമസ്കാരം. നമ്മളിപ്പോൾ നിൽക്കുന്നത് കടുങ്ങല്ലൂർ ശ്രീ പുന്നശ്ശേരിപ്പുറ്റ് ഭദ്രകാളി ക്ഷേത്ര സന്നിധിയിലാണ്. ഈ ക്ഷേത്രം മറ്റു ക്ഷേത്രങ്ങളിൽ നിന്നും വളരെ വ്യത്യസ്തമായ ഒരു ക്ഷേത്രമാണ്. ക്ഷേത്ര ദർശനത്തിന് ശേഷം ഈ ക്ഷേത്രത്തെക്കുറിച്ചുള്ള കൂടുതൽ വിശേഷങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കാം. നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള അതിപുരാതനമായ ക്ഷേത്രമാണ് കടുങ്ങല്ലൂർ ശ്രീ പുന്നശ്ശേരിപ്പുറ്റ് ഭദ്രകാളി ക്ഷേത്രം. ക്ഷേത്രത്തിന്റെ പേര് പോലെ തന്നെ ഈ ക്ഷേത്രത്തിലെ ശാന്തസ്വരൂപിണിയായ ഭദ്രകാളി ദേവി സർപ്പപ്പുറ്റിനകത്ത് പുന്നമരങ്ങളുടെ ചുവട്ടിൽ വള്ളിപ്പടർപ്പുകൾക്കുള്ളിൽ സ്വയംഭൂവായി മാതൃഭാവത്തിൽ കിഴക്കോട്ട് ദർശനമായി ഇവിടെ കുടികൊള്ളുന്നു. മറ്റു ക്ഷേത്രങ്ങളിൽ നിന്നും വളരെ വ്യത്യസ്തമായി ഈ ഭഗവതി ശ്രീകോവിലിനകത്തല്ല ഇവിടെ കുടികൊള്ളുന്നത്. ശ്രീകോവിലില്ലാതെ തീർത്തും പ്രകൃതിയോടിണങ്ങി പ്രകൃതീശ്വരിയായി തൻ്റെ ഭക്തരെ സംരക്ഷിക്കുന്ന അമ്മയായാണ് ദേവി ഇവിടെ നിലകൊള്ളുന്നത്. കൂടാതെ ഈ ക്ഷേത്രത്തിൽ ഉപപ്രതിഷ്ഠയായി ഭദ്രകാളി അമ്മയുടെ പരമഭക്തനും ഉപാസകനുമായ മുത്തപ്പൻ്റെ പ്രതിഷ്ഠയാണുള്ളത്. ഈ മുത്തപ്പനെ ക്ഷേത്രത്തിൻ്റെ വടക്ക് പടിഞ്ഞാറെ മൂലയിൽ ഒരു ശ്രീകോവിലിനകത്ത് കിഴക്കോട്ട് ദർശനമായി പ്രതിഷ്ഠിച്ചിരിക്കുന്നു. ശ്രീകോവിലില്ലാതെ മഞ്ഞും മഴയും വെയിലും കൊണ്ട് പ്രകൃതിയോട് ഇണങ്ങി ഒരു പാടശേഖരത്തിന് നടുവിൽ സർപ്പപ്പുറ്റിനുള്ളിൽ പുന്നമരച്ചുവട്ടിലെ വള്ളിപ്പടർപ്പിനുള്ളിൽ സ്വയംഭൂവായി വാഴുന്ന ഈ ദേവി ആരിലും അത്ഭുതം നിറയ്ക്കുന്ന കാഴ്ചയാണ്. സാധാരണ ഭദ്രകാളി അമ്മ മഞ്ഞും മഴയും വെയിലും കൊണ്ട് സ്വയംഭൂവായി ഇങ്ങനെ ശാന്തസ്വരൂപിണിയായി ഇരിക്കാറില്ല. അതുതന്നെയാണ് ഈ ക്ഷേത്രത്തെ മറ്റു ക്ഷേത്രങ്ങളിൽ നിന്നും വളരെ വ്യത്യസ്തമാക്കുന്നത്. ഈ ഭദ്രകാളി അമ്മ തൻ്റെ ഭക്തരുടെ വെളിപ്പാടിനടുത്തുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ പ്രകൃതീശ്വരി ഇവിടെ സ്വയംഭൂവായി തീർന്നത്. ഇവിടെ എത്തിച്ചേർന്ന് ഭഗവതിയെ ദർശനം ചെയ്ത് യഥാശക്തി വഴിപാട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഏതൊരു ഭക്തൻ്റെയും ഏതൊരാഗ്രഹവും ഈ പുന്നശ്ശേരിപ്പുറ്റ് ഭദ്രകാളി അമ്മ സാധിച്ചു നൽകുന്നുമുണ്ട്. എങ്ങനെയാണ് പ്രകൃതീശ്വരിയായ ഈ അമ്മ ഇവിടെ ഈ ക്ഷേത്രത്തിൽ സ്വയംഭൂവായി തീർന്നത്? ആ ഐതിഹ്യ കഥ നിങ്ങളുടെ അറിവിലേക്കായി പറയാം. പണ്ട് നൂറ്റാണ്ടുകൾക്ക് മുമ്പാണ് ഈ കഥ നടക്കുന്നത്. അന്ന് ഇതിലും വിസ്തൃതി ആർജിച്ച ഒരു പാടശേഖരമായിരുന്നു ഈ ഭൂപ്രദേശം. ഈ പാടശേഖരങ്ങളിൽ കൃഷി ചെയ്തിരുന്നത് കുറച്ച് പുലയ സമുദായക്കാരായിരുന്നു. അവർ രാപകലില്ലാതെ ഈ കൃഷിയിടങ്ങളിൽ അധ്വാനിച്ചു. അന്ന് അവർക്ക് കൂലിയൊന്നും ലഭിച്ചിരുന്നില്ല. പട്ടിണി മാറ്റാൻ വേണ്ടിയായിരുന്നു അവർ അധ്വാനിച്ചിരുന്നത്. കൃഷിയിൽ നിന്നും ലഭിക്കുന്ന തുച്ഛമായ നെല്ലുകൊണ്ട് അവർ സംതൃപ്തരായി കഴിഞ്ഞുകൂടി. അന്ന് അവർ കൃഷി ഇറക്കുമ്പോഴും നെല്ല് കൊയ്യുമ്പോഴും നല്ല വിളവ് കിട്ടാൻ വേണ്ടിയാണ് അവർ ഭദ്രകാളി അമ്മയെ ആദ്യമായി പ്രാർത്ഥിച്ചത്. അതുമാത്രമല്ല, രാത്രികാലങ്ങളിൽ കൃഷി നശിപ്പിക്കുന്ന മൃഗങ്ങളിൽ നിന്നും വിളകൾ സംരക്ഷിക്കുന്നതിനും ഉഗ്രവിഷമുള്ള സർപ്പങ്ങളിൽ നിന്നും രക്ഷ നേടുന്നതിനും അവർ ഭഗവതിയെ ആരാധിക്കുവാൻ തുടങ്ങി. രാത്രികാലങ്ങളിൽ ഈ വിളകൾക്ക് കാവലിരുന്നിരുന്ന അവർ ദേവിയെ പ്രാർത്ഥിക്കുക മാത്രമല്ല, അവരുടെ കൈവശമുണ്ടായിരുന്ന തപ്പും തുടിയും കൊട്ടി ദേവിയെ പ്രകീർത്തിച്ച് പാടുകയും ചെയ്തിരുന്നു. ഇതങ്ങനെ തുടർന്നുകൊണ്ടേയിരുന്നു. അങ്ങനെ കർഷകരായ പുലയരുടെ പ്രാർത്ഥനയിൽ സന്തോഷവതിയായ ഭദ്രകാളി അമ്മ പുലയരെ വന്യമൃഗങ്ങളിൽ നിന്നും ഉഗ്രസർപ്പങ്ങളിൽ നിന്നും സംരക്ഷിക്കുന്നതിനായി സർപ്പപ്പുറ്റിനുള്ളിൽ നിന്നും ചതുർബാഹു രൂപത്തിൽ മുന്നിലെ ഇരു കൈകളിൽ വാളും വട്ടകയും മറ്റിരു കൈകളിൽ ശൂലവും ചിലമ്പും പിടിച്ച് സ്വയംഭൂവായി ഇവിടെ കുടികൊള്ളുകയായിരുന്നു. ശ്രീ പുന്നശ്ശേരിപ്പുറ്റ് ഭദ്രകാളി അമ്മ കർഷകരായ പുലയരുടെ ഭക്തിയിലും വിശ്വാസത്തിലും ഇവിടെ സ്വയംഭൂവായി കുടികൊണ്ടു എന്നുള്ളതുകൊണ്ട് തന്നെ കൃത്യമായ വ്രതമെടുത്ത് ക്ഷേത്രാചാര മര്യാദകൾ പാലിച്ച് ഈ ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്ന പുലയ സമുദായക്കാരനായ ഏതൊരു ഭക്തനും ഈ പുന്നശ്ശേരിപ്പുറ്റ് ഭദ്രകാളി അമ്മയുടെ ശ്രീകോവിലിൽ കയറി തിരിതെളിക്കാം എന്നുള്ള പ്രത്യേകതയും ഈ ക്ഷേത്രത്തിനുണ്ട്. വിളിച്ചാൽ വിളിപ്പുറത്തെത്തുന്ന ശ്രീ പുന്നശ്ശേരിപ്പുറ്റ് ഭദ്രകാളി അമ്മയുടെ ശക്തിയും ചൈതന്യവും മനസ്സിലാക്കി
ജാതിമത ഭേദമന്യേ നിരവധി ഭക്തജനങ്ങൾ ഈ ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ്. തന്നെ തേടിയെത്തുന്ന ഭക്തജനങ്ങൾക്ക് സർവാനുഗ്രഹങ്ങളും ചൊരിഞ്ഞുകൊണ്ട് ഈ പുന്നശ്ശേരിപ്പുറ്റ് ഭദ്രകാളിയമ്മ ഈ കടുങ്ങല്ലൂർ ദേശത്ത് വാണരുളുന്നു. മൂന്നു ലോകവും അധിവസിക്കും സർവമംഗളദായിനേ, പുന്നശ്ശേരിയിൽ വാഴുമെൻ ഭദ്രകാളി നമോസ്തുതേ. മുന്നിലിന്നടിയങ്ങൾ തന്നെ ഭവ്യമായ പ്രകീർത്തനം ഭദ്രമേകി അനുഗ്രഹിക്കുക ഭദ്രകാളി നമോസ്തുതേ. ഞാൻ എന്ന് തുടങ്ങി ഇവിടെ തൊഴുതു തുടങ്ങിയെന്ന് എനിക്കറിയില്ല. പക്ഷെ അന്ന് തുടങ്ങി എല്ലാ ദിവസവും രാവിലെ നമുക്കൊരു ദിവസം തുടങ്ങുമ്പോൾ നമുക്ക് ആ ഒരു റുട്ടീൻ എന്തൊക്കെയുണ്ടോ അതുപോലെ ഇവിടെ വന്ന് ഒന്ന് കൈകൂപ്പി നാമം ചൊല്ലി പോണ ഒരു പതിവ് ഉണ്ട്. അപ്പോൾ അത് നമ്മുടെ സങ്കടമായാലും സന്തോഷമായാലും എല്ലാം ഇവിടെ ഒന്ന് പറഞ്ഞ് ഭഗവതി ഇങ്ങനെ കൂടെയുള്ള പോലെ എപ്പോഴും എനിക്ക് തോന്നാറ്. അപ്പോൾ ഒരു പ്രത്യേകിച്ചൊരു നേട്ടത്തിന് വേണ്ടി അങ്ങനെ ഓടി വരികയല്ല എൻ്റെ പതിവ്. എനിക്ക് ഇവിടെ ഒന്ന് വരവ് വെച്ചിട്ട് പോകാമെന്നുള്ളത് എൻ്റെ ഒരു ചിട്ടയായിട്ട് മാറിയിട്ടുണ്ട്. ഒരു ഭഗവതി എപ്പോഴും കൂടെ സാന്നിധ്യമായിട്ടാണ് എന്നും തോന്നിയിട്ടുള്ളത്. ഞാനിവിടെ തൊഴുതുകൊണ്ടിരിക്കുമ്പോൾ അങ്ങനെ പ്രത്യേകിച്ച് നമ്മളൊരു കല്യാണാലോചന തുടങ്ങാത്ത സമയമായിരുന്നു. അപ്പോൾ ഒരു ദിവസം ഇവിടെ തിരുമേനി എന്നോട് ചോദിച്ചു, മകന് കല്യാണമൊക്കെ ആയോ? അപ്പം പറഞ്ഞാൽ ഇല്ല, നോക്കി തുടങ്ങിയിട്ടില്ല. എന്നാൽ ടീച്ചറെ നോക്കിക്കോളൂ. അത് ഭഗവതി പറഞ്ഞ പോലെ എനിക്ക് തോന്നി. അത് അവൻ്റെ ആ കാര്യങ്ങളെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് ആ തിരുമേനി പോവുകയും ചെയ്തു. അപ്പോൾ അതും എനിക്ക് ഭഗവതി പറഞ്ഞു തന്ന് ചെയ്യിച്ച പോലെയുള്ള ഒരു അനുഭവം തോന്നിയിട്ടുണ്ട്. ഒരു ആത്മബന്ധം, അതാണ് എനിക്ക്. അല്ലാതെ ഇപ്പോൾ ഒരു പ്രത്യേകിച്ച് ഒരു കാര്യനേട്ടം എന്നുള്ളതല്ല. അങ്ങനെ ജീവിതത്തിലെ ഓരോ കാര്യം, ദൈനംദിന കാര്യങ്ങളിൽ പോലും ഭഗവതിയുടെ ഇടപെടൽ ധാരാളമായിട്ട് എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. എനിക്ക് പിള്ളേർ ഉണ്ടാവാനായിട്ട് ഇത്തിരി വൈകിയായിരുന്നു. അപ്പം ഞാൻ ഇവിടെ അന്നൊന്നും ഇങ്ങനെ ഈ മരം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഇങ്ങനെ നമ്മൾ വിളിച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴും നമ്മൾക്ക് അനുഗ്രഹങ്ങളുള്ളതാണ്. അപ്പം ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചായിരുന്നു. ആരും ഇവിടെ തൊട്ടിലൊന്നും കെട്ടിയിട്ടില്ല. അപ്പം ഞാൻ ഇവിടെ പ്രാർത്ഥിച്ചായിരുന്നു, എൻ്റെ അമ്മയെ എനിക്കൊരു കുഞ്ഞിനെ തന്ന് ഞാനിവിടെ തൊട്ടിൽ കെട്ടിയേക്കാന്ന്. ഞാനാണ് ഇവിടെ ഫസ്റ്റ് തൊട്ടിൽ കെട്ടിയത്. അങ്ങനെ എനിക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ വിളിച്ചിട്ടുണ്ടെങ്കിൽ വിളിപ്പുറത്ത് വരുന്ന അമ്മ ഇപ്പോഴും ഞങ്ങൾ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു ഇത് ഞങ്ങളിവിടെ ജനിച്ച് വളർന്നേക്കണതാണ്. അപ്പം എപ്പോഴും നമ്മൾക്ക് ഈ അമ്മേനെ വിളിക്കാതെ നമ്മൾ വേറെ, ഞങ്ങളുടെ അമ്മ ഇപ്പോൾ പോയെങ്കിലും ഞങ്ങൾക്ക് അമ്മ ഉള്ളത് ഈ അമ്മയാണ്. അങ്ങനെ കുറേ അനുഗ്രഹങ്ങൾ പറയാനുണ്ടായി കുറേ ഉണ്ട്, കുറേ കാര്യങ്ങളുണ്ട്. ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ശരീരത്തിന് ഏറെ ഊർജമുണ്ടാവുന്നു, മനസ്സിന് നമ്മൾ വിചാരിച്ച കാര്യങ്ങൾക്ക് നമുക്ക് ഏറെ പ്രാപ്തി ഉണ്ടാവുന്നു. ഇതൊക്കെയാണ് ഇവിടുത്തെ പ്രാധാന്യം. അപ്പോൾ അത് മനസ്സിലാക്കി ആര് വന്ന് തൊഴുതാലും അമ്മ കൈവിടില്ല. ഇതെല്ലാം നല്ലൊരു പുരോഗതിയിലേക്ക് മുന്നോട്ട് നയിക്കാൻ നമ്മുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ. നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ല ഒരു ഇൻട്രഷൻ കിട്ടും. അഭിഷ്ടവരദായിനിയാണ്, വിളിച്ചാൽ വിളിപ്പുറത്ത് വരുന്ന ദേവിയാണ്. നമുക്ക് എന്ത് അസുഖങ്ങൾ വന്നാലും നമുക്കത് പ്രാർത്ഥിച്ച് എന്തെങ്കിലും ഒരു വഴിപാട് കഴിച്ചാൽ നമുക്ക് അത് ഫലമാണ്. അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഇതുപോലെ എൻ്റെ ബ്രദറിന് പെട്ടെന്ന് ക്യാൻസർ സംബന്ധമായിട്ടാണ് വന്നത്, വൻകുടലിലായിരുന്നു. അപ്പോൾ അത് ഇതുപോലെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. ആൾക്ക് മാറുന്നില്ല. ഇത് വീണ്ടും നമുക്കതിൻ്റെ അംശങ്ങൾ കിടക്കുമല്ലോ. അത് കഴിഞ്ഞ് അതിന് ഞാനിവിടെ ഒന്ന് നേർന്ന് ഇതുപോലെ ചുറ്റുവിളക്ക് കഴിച്ചു. മറ്റേ ഇതിൻ്റെ ഈ മാലകളൊക്കെ ചാർത്തി ഗുരുതി പുഷ്പാഞ്ജലി അങ്ങനെയുള്ളതൊക്കെ ചെയ്ത് കഴിഞ്ഞു. പക്ഷേ പിന്നീട് ഇപ്പോൾ ടെസ്റ്റുകൾ നടത്തി എല്ലാം കഴിഞ്ഞു, മാറി, അസുഖം മാറി, അംശം പോലും പുള്ളിക്കില്ല. അങ്ങനെ അവിടെ ചെന്ന് 6 മാസം കൂടുമ്പോൾ ചെക്കപ്പ് ചെയ്യണം. ഇപ്പോൾ 6 മാസം കൂടുമ്പോൾ ചെക്കപ്പ് ചെയ്യുമ്പോൾ ഒന്നുമില്ല. അപ്പം നമ്മുടെ ആ ഒരു വിശ്വാസം, നമുക്ക് വിശ്വാസം എന്ന് പറഞ്ഞാൽ വിശ്വാസമാണ്. അതുകൊണ്ടാണ് നമുക്കിത് മാറി കിട്ടിയെന്നുള്ള ആ ഒരു വിശ്വാസം നമുക്ക് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ പലരും ആണെങ്കിലും നമ്മളോട് പുറത്തുനിന്നാണെങ്കിലും ഓരോരുത്തർ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയും, ഇത് ഇവിടുത്തെ ദേവി നമ്മൾ വിളിച്ചാൽ വിളിയേക്കുന്ന ദേവിയാണ്.
നമുക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് വഴിപാട് നമ്മൾ മനസ്സറിഞ്ഞ് നമ്മൾ നടത്തിക്കോ അത് നമുക്ക് ആ അനുഭവം നമുക്ക് കിട്ടിയിരിക്കും. ഇനി ഈ ക്ഷേത്രത്തിലെ വിശേഷ ദിവസങ്ങളെക്കുറിച്ച് പറയാം. എല്ലാ ആഴ്ചയിലെയും ചൊവ്വ, വെള്ളി, മലയാള മാസം 1-ാം തീയതി, എല്ലാ മാസത്തിലെയും രേവതി നാൾ എന്നിവ ഈ ക്ഷേത്രത്തിൽ പ്രത്യേക വിശേഷ ദിവസങ്ങളായി ആചരിച്ചു വരുന്നു. കൂടാതെ എല്ലാ മാസത്തിലെയും ആയില്യം നാളിൽ ഈ ക്ഷേത്രത്തിൽ ആയില്യം പൂജയും നടത്തി വരുന്നു. ഈ വിശേഷ ദിവസങ്ങളിലെല്ലാം തന്നെ ഈ ക്ഷേത്രത്തിൽ പ്രത്യേക പൂജകളും വഴിപാടുകളും നടത്തി വരുന്നു. ഈ ക്ഷേത്രം നട തുറക്കുന്നത് രാവിലെ 5:30, അടയ്ക്കുന്നത് 9:30. ചൊവ്വ, വെള്ളി ദിവസങ്ങളിൽ രാവിലെയും വൈകുന്നേരം പൂജയുണ്ടായിരിക്കും. അല്ലാത്ത ദിവസങ്ങളിൽ രാവിലെ മാത്രമേ പൂജയുള്ളൂ. പ്രധാനപ്പെട്ട നിവേദ്യ വഴിപാടുകൾ കടുംപായസം, കൂട്ടുപായസം, നെയ്പ്പായസം, പാൽപ്പായസം, തൃമധുരം, പിന്നെ വിവിധ തരത്തിലുള്ള പുഷ്പാഞ്ജലികൾ. കടുംപായസം ആണ് ഭഗവതിക്ക് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. മധുര പ്രധാനം ആണല്ലോ. അപ്പോൾ അതിൻ്റെ ഫലസിദ്ധി എന്ന് പറഞ്ഞാൽ സർവാഭീഷ്ട കാര്യസിദ്ധി. സാധാരണ പുഷ്പാഞ്ജലി കൂടാതെ ഭാഗ്യസൂക്തം, ആയുസൂക്തം, പിന്നെ ശത്രുതാ സംഹാര പുഷ്പാഞ്ജലി, പിന്നെ സർവരോഗശമന മന്ത്രം, വിദ്യാമന്ത്രം, പിന്നെ സ്വയംവര മന്ത്രം മുതലായവയാണ് പ്രധാനമായിട്ടുള്ളത്. ഇവിടുത്തെ ഉപപ്രതിഷ്ഠയായിട്ടുള്ള മുത്തപ്പന് വറവടി നിവേദ്യം ആണ് നടത്തുന്നത്. അത് വൈകുന്നേരങ്ങളിൽ മാത്രമേ ഉള്ളൂ. നമ്മളെ ഏതാഗ്രഹങ്ങളും ആണോ ആഗ്രഹം പിന്നെ സാധിക്കേണ്ടത് മനസ്സിൽ സങ്കല്പിച്ച് ഒരു എണ്ണവിളക്ക് നടത്തിയാൽ പോലും അതിൻ്റെ ഫലം കിട്ടും എന്നാണ് മനസ്സിലാക്കേണ്ടത്. പിന്നെ ആഗമം പറയുകയാണെങ്കിൽ ഇവിടെ അടുത്തുള്ള ചാറ്റുകുളം ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ ഭഗവതിയുടെ മൂലസ്ഥാനമായിട്ടാണ് സങ്കല്പം. അവിടെ ഉത്സവ സമയത്ത് ഗുരുതിയുണ്ട്. ഗുരുതി കഴിയുമ്പോൾ ഇവിടെ വന്നും ചെറിയൊരു പാത്രം ഗുരുതിയിൽ തർപ്പിക്കുന്ന ഒരു പതിവ് ഇന്നും നടന്നു വരുന്നുണ്ട്. ഇനി കടുങ്ങല്ലൂർ പുന്നശ്ശേരിപ്പുറ്റ് ശ്രീ ഭദ്രകാളി ക്ഷേത്രത്തിലെ താലപ്പൊലി തിരുവുത്സവത്തെക്കുറിച്ച് പറയാം. മകരമാസത്തിലെ രേവതി നാളിലാണ് ഈ ക്ഷേത്രത്തിലെ ഉത്സവം. 5 ദിവസം നീണ്ടു നിൽക്കുന്ന താലപ്പൊലി മഹോത്സവമായിട്ടാണ് ഈ ഉത്സവം അതിഗംഭീരമായി ഇവിടെ കൊണ്ടാടുന്നത്. ഈ താലപ്പൊലിക്കുമുണ്ട് ഏറെ പ്രത്യേകതകൾ. കടുങ്ങല്ലൂർ ശ്രീ പുന്നശ്ശേരിപ്പുറ്റ് ഭദ്രകാളി ക്ഷേത്രത്തിലെ താലപ്പൊലി തിരുവുത്സവം മകരമാസത്തിലെ രേവതി നാളിലെ 5 ദിവസമായിട്ടാണ് ആഘോഷിച്ചു വരുന്നത്. താലപ്പൊലി ആരംഭിക്കുന്നത് കാർത്തപ്പറമ്പ് ശ്രീ ഭദ്രകാളി ക്ഷേത്രത്തിൽ നിന്നാണ്. ദീപാരാധനയ്ക്ക് ശേഷം താലം അവിടെ നിന്ന് എടുത്ത് കടുങ്ങല്ലൂർ ശ്രീ നരസിംഹസ്വാമി ക്ഷേത്രത്തിൽ സമർപ്പണം ചെയ്ത് അവിടെ നിന്ന് താലം എടുത്തുകൊണ്ട് നമ്മൾ വാദ്യമേളങ്ങളുടെ അകമ്പടിയോടുകൂടി കടുങ്ങല്ലൂർ ശ്രീ ഭുവനശ്വരി മഹാദേവി ക്ഷേത്രത്തിൽ കയറി താലം സമർപ്പിച്ച് ഭുവനശ്വരി ക്ഷേത്രത്തിൽ നിന്നും താലം ഇവിടെ എത്തിച്ചേരുമ്പോൾ ഇവിടെ എല്ലാ ദേവീദേവന്മാരുടെയും സാന്നിധ്യമുണ്ടെന്നാണ് വിശ്വാസം. ആ സമയത്ത് 6 പറ വഴിപാടുകളാണ് നടത്തുന്നത്. നെൽപ്പറ, മഞ്ഞൾപ്പറ, മലർപ്പറ, ശർക്കരപ്പറ, കളിയടക്കപ്പറ, നാണയപ്പറ. ഇതിൽ ഏറെ വ്യത്യസ്തമായ കളിയടക്കപ്പറ നടക്കുന്നത് കുട്ടികളുടെ പഠനത്തിന് ഏറെ പ്രാധാന്യമാണ്. ആ സമയത്ത് പറ നടക്കുന്നത് ഉദ്ദിഷ്ടകാര്യസിദ്ധി കൈവരിക്കുന്നതാണ് വിശ്വാസം. ഈ പറകൾ നടക്കുന്നതിനെല്ലാം നാനാ ഭാഗത്തു നിന്നുള്ള ഭക്തജനങ്ങൾ ഇവിടെ എത്തിച്ചേരാറുണ്ട്. അതിനുശേഷം ചാറ്റുകുളം ശ്രീ മഹാദേവ ക്ഷേത്ര സന്നിധിയിൽ എത്തിച്ചേരുകയും അവിടെ ഭഗവതിയുടെ നടയിൽ താലം ചൊരിയുകയും ചെയ്യുന്നു. താലം ചൊരിഞ്ഞ ശേഷം പുന്നശ്ശേരിപ്പുറ്റ് ക്ഷേത്രത്തിൽ പ്രസാദൂട്ട് നടന്നു വരുന്നു. കൂടാതെ ഈ 5 ദിവസങ്ങളിലും പ്രസാദൂട്ട് നടത്തുന്നുണ്ട്. രേവതിയുടെ അന്ന് മഹാ അന്നദാനമായിട്ടാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഉത്സവ ദിവസങ്ങളിലെല്ലാം നാനാ ജാതി മതസ്ഥരിലുള്ള ആളുകൾ പങ്കെടുക്കാറുണ്ട്. താലപ്പൊലിക്ക് ശേഷം പിറ്റേ ദിവസം ഭരണി നാളിൽ വൈകിട്ട് മഹാഗുരുതിയോടുകൂടി ഉത്സവം സമാപിക്കുകയാണ്. കടുങ്ങല്ലൂർ പുന്നശ്ശേരിപ്പുറ്റ് ശ്രീ ഭദ്രകാളി ക്ഷേത്രം ഓരോ നാൾ കഴിയുന്തോറും പുരോഗതിയുടെ പാതയിലാണ്. ഈ ക്ഷേത്രത്തിന് ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കുന്നതിനുള്ള ശ്രമത്തിലാണ് ക്ഷേത്ര ഭരണസമിതി അംഗങ്ങൾ. കടുങ്ങല്ലൂർ ശ്രീ പുന്നശ്ശേരിപ്പുറ്റ് ഭദ്രകാളി ക്ഷേത്രം ഇന്നൊരു ട്രസ്റ്റിൻ്റെ കീഴിലാണ് പ്രവർത്തിക്കുന്നത്. ആ ട്രസ്റ്റിൽ എല്ലാവിധ സഹകരണങ്ങളും ഇവിടെയുള്ള ജനങ്ങൾ തരുന്നുണ്ട്. എന്നാലും ഞങ്ങൾക്ക് മറ്റ് പ്രവർത്തനങ്ങൾക്ക് ഇവിടെ സ്ഥലപരിമിതി വളരെ കുറവാണ്. ഇതിൻ്റെ പുറകിൽ ഞങ്ങളൊരു 6 സെൻറ്റ് സ്ഥലം വാങ്ങാനായിട്ട് എഗ്രിമെൻ്റ് എഴുതി കുറച്ച് പൈസ കൊടുത്തു. അത് പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടില്ല. കൂടാതെ അതിൻ്റെ മുൻവശത്തിൽ ഒരു 10 സെൻറ്റ് സ്ഥലം കിടക്കുന്നുണ്ട്. അത് വിൽക്കാൻ അദ്ദേഹം തയ്യാറാണ്, സ്ഥല ഉടമസ്ഥൻ. ഞങ്ങൾക്ക് അതുകൂടി വാങ്ങിയാൽ കൊള്ളാം എന്നുള്ളൊരു നിലപാടിലാണ് ഞങ്ങളെല്ലാവരും. വളരെയധികം സ്ത്രീകൾ ചൊവ്വാഴ്ച ദിവസങ്ങളിലും വെള്ളിയാഴ്ച ദിവസങ്ങളിലും മറ്റ് പ്രധാനപ്പെട്ട ദിവസങ്ങളിലെല്ലാം അതിരാവിലെ തുടങ്ങി വളരെയധികം സ്ത്രീകൾ ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നു. അവർക്ക് ഒരു ടോയ്ലറ്റ് സൗകര്യം പോലും ഇവിടെ ഇല്ല. അത് ഉണ്ടാക്കണം.
ഉണ്ടാക്കാൻ ഒരുപാട് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട്. അതിന് നിങ്ങൾ ഇവിടെയുള്ള ആളുകൾ എല്ലാവരും സഹകരിച്ചാണ് ഞങ്ങൾ ഇത്രയൊക്കെ ആക്കിയത് അമ്പലം. ഇവിടുത്തെ പഴയ സ്ഥിതി അറിയാവുന്നതാണ് എല്ലാവർക്കും. എന്നാലും ഞങ്ങൾ ഒരുവിധം ഇത്രയൊക്കെ ആക്കിയെടുത്തു. എന്നാൽ അതിൻ്റെ എല്ലാം ഒന്ന് പരിഹരിക്കുന്നതിന് നിങ്ങളുടെ എല്ലാവരുടെയും സഹായം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അതോടൊപ്പം നിങ്ങളെല്ലാ ആളുകളും എല്ലാ ഭക്തജനങ്ങളും ഭദ്രകാളി ക്ഷേത്രത്തിൽ വന്ന് അനുഗ്രഹം ഏറ്റുവാങ്ങുവാനും ഞങ്ങളെ സഹായിക്കുവാനും ഉള്ള ഒരു സന്മനസ്സുണ്ടാകണം എന്ന് പറയുന്നു. കടുങ്ങല്ലൂർ ശ്രീ പുന്നശ്ശേരിപ്പുറ്റ് ഭദ്രകാളി ക്ഷേത്രം ഒരു അത്ഭുതമായി ഇവിടെ നിലകൊള്ളുകയാണ്. ഈ ക്ഷേത്രത്തിലെത്തി ഭദ്രകാളി അമ്മയെ ദർശനം ചെയ്യുവാനും ഭദ്രകാളി അമ്മയുടെ അനുഗ്രഹങ്ങൾ നേടുവാനും നിങ്ങൾക്ക് എല്ലാവർക്കും ഭാഗ്യമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശ്രീ പുന്നശ്ശേരിപ്പുറ്റ് ഭദ്രകാളി അമ്മയുടെയും ഭദ്രകാളി അമ്മയുടെ ഉപാസകനായ ശ്രീ മുത്തപ്പൻ്റെയും സർവാനുഗ്രഹങ്ങളും വാങ്ങി ക്ഷേത്രസന്നിധി ഈ പുണ്യഭൂമിയിൽ നിന്നും വീണ്ടും ജൈത്രയാത്ര തുടരുന്നു. റേഷൻ കാർഡ് മീഡിയ ക്ഷേത്രസന്നിധിയുടെ പുതുമയുള്ള ക്ഷേത്രവിശേഷങ്ങളുമായി അടുത്തയാഴ്ച വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. ക്ഷേത്രസന്നിധിയിലമരുന്ന ഭഗവാനും ഭഗവതിയും സദാസമയവും അനുഗ്രഹം ചൊരിയുന്ന സദാസമയവും അനുഗ്രഹം ചൊരിയുന്ന ക്ഷേത്രസന്നിധി